T20 ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെയും ടീം മാനേജ്മെന്റിന്റെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മോശം ഫോം. ടൂർണമെന്റിൽ കളിച്ച തുടർച്ചയായ 3 മത്സരങ്ങളിലും റണ്ണൊന്നും എടുക്കാനാവാതെ പുറത്തായ താരത്തിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഹൃദയസ്പർശിയായ പിന്തുണയുമായി മുൻ ഇന്ത്യൻ സ്പിൻ ഇതിഹാസം ഹർഭജൻ സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കായിക താരത്തിന്റെ ജീവിതത്തിൽ ഇത്തരം കടുത്ത പരാജയങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാഘാതം എത്രത്തോളമാണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും, എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം കഴിവിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് അഭിഷേക് ചെയ്യേണ്ടതെന്നും ഹർഭജൻ വ്യക്തമാക്കി. തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് യുവതാരത്തിന് ആത്മവിശ്വാസം പകരുകയും സാങ്കേതികമായ ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന സന്ദേശം അദ്ദേഹം പങ്കുവച്ചത്. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ തുടർച്ചയായി 3 തവണ ഡക്കായി പുറത്താക്കുക എന്നത് ഏതൊരു ബാറ്റ്സ്മാനെയും സംബന്ധിച്ചിടത്തോളം കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് പല തരത്തിലുള്ള ചിന്തകളാൽ കലുഷിതമാകുമെന്നും തന്റെ ബാറ്റിംഗ് ശൈലി തന്നെ തെറ്റാണോ എന്ന് താരം സംശയിച്ചു തുടങ്ങുമെന്നും ഹർഭജൻ നിരീക്ഷിക്കുന്നു. അഭിഷേകിന്റെ ബാറ്റിംഗിലെ പോരായ്മകളെ കൃത്യമായി വിശകലനം ചെയ്ത ഹർഭജൻ ഈ മോശം സമയത്തെ മറികടക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. നിലവിൽ ഓഫ് സൈഡിൽ വരുന്ന പന്തുകൾ നേരിടുന്നതിലാണ് അഭിഷേക് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. പാകിസ്ഥാനെതിരായ നിർണായക പോരാട്ടത്തിലും പിന്നീട് നടന്ന നെതർലാൻഡിനെതിരായ മത്സരത്തിലും ഓഫ് സൈഡിൽ പന്ത് സ്കോർ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് താരം അനാവശ്യ സമ്മർദ്ദത്തിലായതും തന്റെ സ്വതസിദ്ധമായ സ്ലോക്ക് ഷോട്ടുകൾക്ക് മുതിർന്നതും. ഇതിനെ തുടർന്നാണ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ മിഡ് വിക്കറ്റ് ഏരിയയിലൂടെയുള്ള വലിയ ഷോട്ടുകൾക്ക് മുതിരാതെ കുറച്ചു കാലത്തേക്ക് നേരെ കളിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഹർഭജൻ ഉപദേശിക്കുന്നു. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ വലിയ സിക്സറുകൾക്ക് ശ്രമിക്കാതെ 1-2 സിംഗിളുകൾ ഓടിയെടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. ബാറ്റ് സംസാരിക്കുന്ന ഒരു ദിവസം ഉടൻ വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അന്നത്തെ ദിവസം എല്ലാ വിമർശനങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി വരാനിരിക്കുന്ന വലിയ മത്സരത്തിൽ അഭിഷേക് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. ദക്ഷിണാഫ്രിക്കൻ ടീം തുടക്കത്തിൽ തന്നെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച് അഭിഷേകിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അത്തരം നീക്കങ്ങളെ ഭയപ്പെടേണ്ടതില്ലെന്നും സാങ്കേതികമായ പിഴവുകൾ തിരുത്തി ആത്മവിശ്വാസത്തോടെ ക്രീസിലിറങ്ങിയാൽ ഏത് ബൗളിംഗ് നിരയെയും നേരിടാനുള്ള കരുത്ത് അഭിഷേകിനുണ്ടെന്നും ഹർഭജൻ ഓർമ്മിപ്പിച്ചു. നെതർലാൻഡ്സിനെതിരായ മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ 1 മണിക്കൂറിലധികം കഠിനമായ ബാറ്റിംഗ് പരിശീലനം അഭിഷേക് നടത്തിയിരുന്നു. തന്റെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ താരം പരിശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു അത്. എങ്കിലും മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ ആ കഠിനാധ്വാനം ഫലം കണ്ടില്ല എന്നത് നിർഭാഗ്യകരമാണ്. ഇതുവരെ ലോകകപ്പിൽ 1 റൺസ് പോലും നേടാൻ സാധിക്കാത്തത് താരത്തെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമാണെങ്കിലും സീനിയർ താരങ്ങളുടെയും മുൻഗാമികളുടെയും പിന്തുണ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും വെടിക്കെറ്റ് ബാറ്റിംഗിലൂടെ വിസ്മയിപ്പിച്ച താരമാണ് അഭിഷേക് ശർമ്മ. ആ പ്രതിഭ ഒരിക്കലും ഇല്ലാതാകില്ലെന്നും ഇത് കേവലം ഒരു മോശം കാലഘട്ടം മാത്രമാണെന്നും ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകകപ്പിലെ വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഫോമിൽ എത്തുക എന്നത് കിരീടം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകിന് ലഭിക്കുന്ന ഓരോ പിന്തുണയും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വഴിമരുന്നാകും. ഹർഭജനെ പോലൊരു മുതിർന്ന താരം പരസ്യമായി പിന്തുണയുമായി എത്തിയത് യുവതാരത്തിന് വലിയൊരു മാനസിക കരുത്ത് നൽകുമെന്നത് ഉറപ്പാണ്. സ്വയം വിശ്വസിക്കാനും ശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പക്വതയോടെ കളിക്കാനും തയ്യാറായാൽ അഭിഷേക് ശർമ്മ എന്ന കരുത്തനായ ഓപ്പണറെ നമുക്ക് ഉടൻ തന്നെ മൈതാനത്ത് കാണാൻ സാധിക്കും.